ഇവിടെ നടത്തുന്നത് SFI ആണെന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ RSS കാരനാ. അപ്പൊ ഞാൻ ചെയ്യും. നീ കഴിവുണ്ട് ഈ സാധനം നമുക്ക് തടയും. ഗൗതം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും RSS തമ്മിലുള്ള ബന്ധം ഇതൊക്കെ കുറേ ദിവസം കൊണ്ട് ചർച്ച ചെയ്യുന്നത് കേട്ട് പിണറായി വിജയനും അടുത്തു, നമുക്കും അടുത്തു. അവർ സുഹൃത്തുക്കളാണ്, ഒളിച്ചു പോയി കാണുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നു, പൂരം എങ്ങനെ കലക്കണം, ആരെയൊക്കെ കേരളത്തിൽ ജയിപ്പിക്കണം, ഇതൊക്കെ ചർച്ചകൾ എവിടെയൊക്കെ ഇരുന്ന് ചെയ്യുന്നതെന്ന് ആരൊക്കെയോ ആരോപിക്കുന്നു. പക്ഷേ ഈ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരില്ലേ, അവരും SFIക്കാരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല പിണറായി വിജയനും RSSും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് നട റോഡിൽ കിടന്ന് ഇത്തരത്തിൽ ഈ ബഹളവും ഈ വെല്ലുവിളികളും ഒക്കെ നടത്തുന്നത്. അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അത് വൈറലാണ്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടല്ലോ ഗൗതമേ, എന്ത് തോന്നുന്നു? അതായത് നമുക്കറിയാം CPIM എന്ന പാർട്ടിയിൽ ഒരുപാട് സുഡാപ്പികളുണ്ട്. സുഡാപ്പികൾ നുഴഞ്ഞു കയറിയിട്ടുള്ളൊരു പാർട്ടിയാണ് CPIM. അപ്പം അത്തരം ആളുകൾക്ക് ഈ വിഷയത്തിൽ വലിയ വിഷമത്തിലാണ്. അവരിപ്പോഴും ഇങ്ങനൊരു സംഭവം നടന്നതിനെതിരെ ഭയങ്കര എതിർപ്പ് ഉയർത്തുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ട് ഈ ഡിസ്പ്യൂട്ട്, കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഈ ഡിസ്പ്യൂട്ടിന് പരിഹാരം കണ്ട് ശാന്തി നൽകി എല്ലാം സോൾവ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അവർക്ക് കൊടുക്കേണ്ട ഭൂമി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ അയോധ്യയിൽ ക്ഷേത്രം ഉയർന്നു. എല്ലാം വിജയകരമായിട്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി പോകുന്നുണ്ട്. അപ്പോഴും കേരളത്തിൽ ഇവിടെ ചില ആളുകൾ വീണ്ടും നമ്മൾ ഈ അതിനിടയിൽ ഈ രാം ജന്മഭൂമി അയോധ്യ ഇനോഗ്രേഷൻ സമയത്തൊക്കെ വലിയ രീതിയിൽ വാട്സാപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടായിരുന്നു പല ആളുകളുടെ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം പൊളിക്കും, ഈ ക്ഷേത്രം അവിടെ ശരിക്കും ഉയരേണ്ടത് ഒരു പള്ളിയാണ്, ഭാവിയിലെങ്കിലും ഈ ഇത്തരം അയോധ്യ ക്ഷേത്രം പൊളിച്ചിരിക്കും എന്ന ആഹ്വാനമൊക്കെ ചെയ്യുന്ന വലിയ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അപ്പോൾ ഇത് ആരുടെ മനസ്സിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ ഉയർത്തിരിയുന്നത് വരുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഇത് നടന്നത് തൃശ്ശൂരെ കാർഷിക സർവകലാശാലയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന ബോർഡാണ്. ബാബരി മസ്ജിദ് പൊളിച്ചതല്ല, തകർത്തതല്ല, പൊളിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇത് SFIക്കാർ വച്ചിരുന്നത്. അതിനെയാണ് അവിടുത്തെ ഒരു പഞ്ചായത്ത്, BJPയുടെ ഒരു പഞ്ചായത്ത് മെമ്പർ, മാടക്കത്തറ പഞ്ചായത്ത് മെമ്പർ ഷിനോജ് മോനിക്കാടൻ, അദ്ദേഹമാണ് അതിനെ എടുത്ത് മാറ്റിയത്. സത്യത്തിൽ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് രണ്ട് ഭാഗത്തും എനിക്ക് തോന്നുന്നു SFIക്കാർ കുറച്ചുകൂടി പക്വതയോടെ അവിടെ പെരുമാറിയെന്ന് തോന്നുന്നു. അവരുടെ സൈഡ് ഞാൻ ഇതാക്കുന്നതല്ല. ബാബരി മസ്ജിദ് എന്ന് കേൾക്കുമ്പോൾ എല്ലാ RSSകാർക്കും അല്ല, എല്ലാ RSSകാരും ഇത്തരത്തിൽ ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന്റെ താഴെ വലിയ രീതിയിലുള്ള കമന്റുകളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ എത്തരത്തിലെന്ന് ചോദിച്ചാൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കാണിക്കുന്നവരല്ല, ഇല്ല, അത്തരക്കാരല്ല. കാരണം ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് RSSലെ ഭൂരിഭാഗം പേര്. പക്ഷെ കുറച്ച് പേരുണ്ട് ഈ എന്താ പറയുക, RSSനെ ആ ഒരു സംഘടനയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവർക്ക് ഈ ബോർഡൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അത് അവരുടെ സന്തോഷത്തിന് അവർ വച്ചോട്ടെ, നമുക്കെന്താ, നമ്മളെ ശ്രദ്ധിക്കാതിരുന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരല്ല. ഞാനതിൽ പ്രതികരിക്കും, 10 പേരെ ഞാനിത് അറിയിക്കും, ഞാൻ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ കാണിക്കാനായിട്ട് ചില ആളുകൾ രംഗത്തെത്തും. അത്തരക്കാര് അവിടെ ഇപ്പൊ ആ ബോർഡ് അവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. അവിടെ അമ്പലം ഉയർന്നു, പള്ളിക്കാർക്ക് സ്ഥലം കൊടുത്തു, സുപ്രീം കോടതി അക്കാര്യത്തിൽ ഇടപെട്ടു. ഇപ്പോൾ BJP സർക്കാരിന്റെ ഏറ്റവും വലിയ അജണ്ട അത് അവർ നടപ്പിലാക്കി. അവരുടെ വാഗ്ദാനങ്ങളിൽ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് ഇപ്പൊ പ്രകടന പത്രികയിൽ ആദ്യത്തത് അതെ, നമ്മുടെ ക്ഷേത്രം, അയോധ്യയിൽ ക്ഷേത്രം വരും, അതവർ കൃത്യമായി പാലിച്ചു. അവർക്കില്ലാത്ത പ്രശ്നമാണ് ഇവിടെ കൊച്ചു കേരളത്തിൽ കിടന്ന് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തലുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ചിലർ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ പുച്ഛമാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ അതവിടെ കഴിഞ്ഞു, ബോർഡ് എടുത്ത് മാറ്റിയെന്നും പറഞ്ഞിട്ട് എന്താ സംഭവിക്കുക? ഒരു ബോർഡ് അവിടെ വച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അത് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. കർസേവകരാണ്. ഇപ്പൊ നമുക്കൊന്നും പറയേണ്ട ഒരു കാര്യം, SFIയും ഈ പ്രവർത്തികൾ ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ അവരെ ന്യായീകരിക്കുന്നില്ല, ഞാൻ അവരെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടാൽ രണ്ടുപേരും ന്യായീകരിക്കേണ്ട ആവശ്യം. അതെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. രണ്ട് ഭാഗത്തും നമ്മൾ നിൽക്കുന്നില്ല. നീ എവിടെയെങ്കിലും ഒരിടത്ത് നില്ലടാന്ന് ചിലപ്പോൾ ആളുകൾ പറയും. പക്ഷെ ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ നിൽക്കുന്നില്ല. ആ ബോർഡ് അവിടെ കാർഷിക സർവകലാശാലയുടെ മുന്നിൽ ആ ബോർഡ് ഇരുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ
ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം ഇവർ വാങ്ങിച്ചു കൊടുക്കാത്ത എന്താ? ആ ബോർഡ് മാറ്റാൻ പോകുന്ന സമയത്ത് മറ്റവർ വന്നിട്ട് ബോർഡ് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ കണ്ടില്ലേ, ബോർഡ് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ വിളിക്കുന്നു. പ്രശ്നം ഈ ഒരു വൈരാഗ്യം വേറൊരു തലത്തിലേക്ക്, ഒരു കുടുംബത്തിലെ ഒരു ആളെ ഇല്ലാതാക്കാനോ ഒരു മകൻ ഒരു അച്ഛനെ ഇല്ലാതാക്കാനോ ഒരു അമ്മയ്ക്ക് ഒരു മകനെ ഇല്ലാതാക്കാനോ ഒക്കെ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാതിരിക്കില്ല. കാരണം മനസ്സിൽ വൈരാഗ്യങ്ങൾ വരുമ്പോൾ എന്ത് എപ്പോൾ ചെയ്യുമെന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. കാരണം താഴെത്തട്ടിലുള്ള അണികൾക്ക് ഈ പാർട്ടി സംഘടന എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു വികാരമാണ്. മുകളിലെ തട്ടിലുള്ളവരൊക്കെ ബന്ധുക്കളും അവർ സുഹൃത്തുക്കളും അവർ ഭയങ്കര സ്നേഹത്തിലും ഒക്കെ കഴിയും. പക്ഷേ ഈ താഴെത്തട്ടിലുള്ളവർ എപ്പോഴും പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞു നിൽക്കുന്നവരാണ്. കല്യാണ സദ്യയിൽ പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അടികൂടുന്ന ആളുകൾ, അത്തരം മാനസിക നിലയുള്ള ആളുകളുണ്ട് നാട്ടില്. ഉണ്ട്. ഇപ്പൊ അപ്പോ ഇതൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ വലിയ കലാപത്തിലേക്ക് ഷവർമ്മയുടെ പേരിലായിരുന്നു തോന്നുന്നു കഴിഞ്ഞ ദിവസം എങ്ങാണ്ടാടി. ഇത്തരക്കാരെ സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഇതൊരു വാർത്ത പോലും ആക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാൻ വേണ്ടി കൂടിയാണ് നമ്മളിതൊക്കെ വാർത്തയാക്കുന്നത്. എന്തിനാണ് ഈ സമൂഹത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഇത് ഒരു RSS എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബോർഡ് എടുത്ത് മാറ്റിയെന്നും പറഞ്ഞു, അല്ലെങ്കിൽ ആ ബോർഡ് അവിടെ ഇരുന്നെന്നും പറഞ്ഞു, RSSന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അതൊരു വലിയ ഓർഗനൈസേഷനാണ്, ഒരു വലിയ സംഘടനയാണ്. അതിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും ആർക്കും കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് അവർ. ഈ ഒരു ബോർഡ് കണ്ടെന്നും പറയുക മോഹൻ ഭാഗവതിനൊന്നും തോന്നാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കൊന്നും ഒന്നും തോന്നാൻ പോകുന്നില്ല. കുറേ ഷോ ഓഫ് കാണിക്കാൻ ഇവിടുത്തെ കുറേ BJP പ്രവർത്തകർ കടന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ കുറേ RSS നേതാക്കളെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് തള്ളി മറിക്കുന്നവർ, ഇപ്പുറത്തെ SFI എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ പേരെ ഓർമ്മ വരുള്ളൂ, ആർഷയുടെ പിള്ളേർ എന്നാണ് പറയുന്നത്. കാരണം ആർഷ തലപ്പത്തിരുന്ന് പ്രഖ്യാപിക്കും, ഇവന്മാരിവിടെ കിടന്ന് അടിയും ബഹളവും ഉണ്ടാക്കും. അപ്പം ഇപ്പുറത്തെ ആർഷയുടെ പിള്ളേർ ഇതാണ്. അല്ല RSS അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇവർ ഈ പക്ഷെ പറയുന്നത് RSS പ്രവർത്തകരാണ് ചെയ്തത്, പ്രവർത്തകർ എന്നത് തന്നെയാണ്. പക്ഷെ RSSന്റെ തലപ്പത്തിരിക്കുന്നവർ പോലും അറിഞ്ഞ സംഭവമായിരിക്കില്ല. ഒരു ബോർഡ് അവിടെ ഇരുന്നു എന്ന് കരുതി നമുക്ക് അത് പറയാൻ പറ്റില്ല. RSSന്റെ തലപ്പത്തിരിക്കുന്നവർ അറിയാതെ ഈ പ്രവർത്തകര് അല്ല, ഞാൻ പറയുന്നത് RSSന്റെ ഏറ്റവും വലിയ ഇതൊരു വലിയ ഓർഗനൈസേഷനാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ്. നിരോധിക്കാത്തൊരു സംഘടന RSS ആണ്. നിരോധിക്കാത്തൊരു സംഘടനയാണ് RSS എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവര് വർഗീയത ഉണ്ടാക്കാൻ ഇത്തരം ആളുകൾ ശരിക്കും ചിന്തിക്കേണ്ടത് ഒരാളുടെ വാക്കുകളാണ്, കേൾക്കേണ്ടത്. അത് വാജ്പേയിയുടെ വാക്കുകളാണ്. വാജ്പേയി ഈ നടന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഈ പള്ളി പൊളിച്ച സംഭവം, ഇതിന് അദ്ദേഹം സോറി പറഞ്ഞിട്ടുണ്ട്. അതായത് കർസേവകരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു വലിയ തെറ്റാണിത്. BJP നേതാവാണല്ലോ, RSS പ്രവർത്തകനൊക്കെ ആയിരുന്നല്ലോ വാജ്പേയി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ചാനൽ മാധ്യമത്തിന് നൽകി. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കാണണം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 വ്യക്തികളിൽ ഒരാളാണ് ഈ വാജ്പേയി എന്ന് പറയുന്നത്. ഞാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന, നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന 3 വ്യക്തികളിൽ ഒരാളാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും നടക്കില്ലല്ലോ. പക്ഷെ എനിക്ക് ഇന്ന് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും അദ്ദേഹം വളരെ മൃദുവായിട്ടുള്ള, അതെ, പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോകുന്ന ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രി ആയിരുന്നു വാജ്പേയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പൊ ക്യാബിനറ്റ് ആയിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ക്യാബിനറ്റാണ് ഏറ്റവും നല്ല ക്യാബിനറ്റ് എന്നൊക്കെയുള്ള ഇത് പറയാം. ഞാൻ പറയട്ടെ ഗൗതം, ഈ പള്ളി വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സത്യം വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ഒരു നേതാക്കൾ ഒരു ദേശീയ മാധ്യമത്തിന് തോന്നുന്നു അതിന് നൽകിയെങ്കിൽ പറയുന്നത് കർസേവകരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു പോയി, നമ്മളെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടുപോയി, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു, ഞാൻ അതിന് സോറി പറയുന്നു എന്ന് അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞു. അല്ല, അതിന് അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു ധീരനായ നേതാവായിരുന്നു വാജ്പേയി എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലുള്ള എല്ലാവരും ഇതുപോലുള്ള RSSകാരല്ല. അല്ല, എല്ലാവരും ഇതുപോലുള്ള ഇപ്പൊ നമുക്ക് തന്നെ നമ്മൾ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല തെറ്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പല നേതാക്കന്മാരുമുണ്ട്. പുറമെ RSSനെ കുറിച്ച് പറയുന്നത് പോലെ അല്ല RSS എന്ന് ആദ്യം തിരിച്ചറിയുക. അത് തിരിച്ചറിയാൻ പലരും ശ്രമിക്കാതെ വരുമ്പോഴാണ് ഈ വർഗീയതയൊക്കെ വിളമ്പുന്നവരാണ് ഇവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഘോരഘോരമായി പലരും ഇരുന്ന് പ്രസംഗിക്കും. അങ്ങനെയല്ല, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി തുനിഞ്ഞിറങ്ങുന്നവർക്ക് ആ സംഘടനയെ നന്നാക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല.
ഇപ്പോൾ അത് ആ ബോർഡ് അവിടെ ഇരുന്നെന്ന് പറഞ്ഞ പ്രശ്നമില്ല, ആ ബോർഡ് BJP-ക്കാരനെ അല്ലെങ്കിൽ RSS പ്രവർത്തനം എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞ SFIക്കും ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. അത് മാറ്റിയെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക, വീണ്ടും മാറ്റുമ്പോൾ കൊണ്ടുവന്ന് വയ്ക്കുക. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അയോധ്യയിൽ ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു, ഇനി അവർക്ക് ഭൂമിയും കൊടുത്തു. ഇനി ഈ ഇവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ തർക്കിച്ചിട്ടോ അതിൻ്റെ പേരിൽ ബഹളം വെച്ചിട്ടോ ഒന്നും നേടാനില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ കുറെ കലാപം ഉണ്ടാക്കാനും കൊലപാതകങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കാതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൻ്റെ കാര്യം. അതിൽ നിന്ന് വിളവെടുപ്പ് നടത്താൻ ശ്രമിക്കാതെ അവനവൻ്റെ കാര്യം നോക്കി പാർട്ടിയെ വളർത്താൻ താഴെത്തട്ടിൽ നിന്ന് ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്ത് പാർട്ടിയായാലും സംഘടനയായാലും വളർത്താൻ ശ്രമിക്കുക. അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് വിഷവിത്തുകൾ പാകാതെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കൂ.